കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മളെ സർഗം 4-ാം സർഗം നമ്മൾ ഇന്നലെ നമ്മുടെ കഴിഞ്ഞു. അതായത് കൗസല്യാദേവിയുടെ അനുവാദം വാങ്ങി ശ്രീരാമൻ സീതയോടുകൂടി ലക്ഷ്മണനോടും കൂടി വനവാസത്തിന് തയ്യാറാവണത്. അതപ്പോൾ നമ്മൾ നിർത്തിയത് ഇവർ 3 കൂടി അച്ഛനെ കാണാൻ പോവുകയാണ്, അച്ഛൻ്റെ രാജധാനിയിലേക്ക്. അങ്ങനെയാണ് നമ്മൾ നിർത്തിയത് അല്ലേ ഇന്നലെ. അപ്പം ഇതിൽ ഇനി 5-ാമത്തെ സർഗത്തിൽ എന്താ വെച്ചാൽ ശ്രീരാമൻ വനത്തിലേക്ക് പോണതാണ്, വനഗമനം തന്നെയാണ് ഈ 5-ാമത്തെ സർഗത്തിൽ. അപ്പം നമുക്ക് 5-ാം സർഗം എന്ന് തുടങ്ങാം. ശ്രീരാമചന്ദ്രസ്വാമിനെ നമ. അയോധ്യാകാന്ഡം 5-ാം സർഗം. ഇനി ശിവൻ ശ്രീപാർവതിക്ക് പറയണതായിട്ടാണ്, ശ്രീപാർവതിയോട് പറയണതായിട്ടാണ് ആദ്യത്തെ ശ്ലോകം. ശ്രീ മഹാദേവ ഉവാച ആയാന്തം നഗരാത് ദൃഷ്ട്വാ മാർഗേ രാമം സജാനകിം ലക്ഷ്മണേന സമം വീക്ഷ്യ ഊജു സർവേ പരസ്പരം. സജാനകിം ജാനകിയോട് കൂടിയും ലക്ഷ്മണേന സമം ലക്ഷ്മണനുമുണ്ട് അല്ലേ, ജാനകി ലക്ഷ്മണ സമേതനാണ്. നഗരാത് ആയാന്തം രാമം ദൃഷ്ട. അപ്പം നഗരവീഥി കൂടെയാണ് പോണത്, രാജവീഥി കൂടെ. അങ്ങനെയുള്ള രാമനെ കണ്ടിട്ട് സർവേ പരസ്പരം വീക്ഷ്യ ഊജു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു. അതായത് ഒരു അകമ്പടിയൊന്നും അല്ലാണ്ട് ഇതൊന്നും ഇല്ലാതെയാണ് പറയണത്. ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി ഇങ്ങനെ രാജവീഥി കൂടെ പോണു. അത് കണ്ടപ്പോൾ പൗരജനങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്ന്. ശ്രീ മഹാദേവ ഉവാച ആയാന്തം നഗരാദൃഷ്ട്വാ മാർഗേ രാമം സജാനകിം ലക്ഷ്മണേന സമം വീക്ഷ്യ ഊജു സർവേ പരസ്പരം. അവർ അന്യോന്യം പറയാണ്, 2, 3, 4 ഒന്നിച്ചാണ്. കൈകേയ വരദാനാദി ശ്രുത്വാ ദുഃഖസമാവൃതാ ബദ രാജാ ദശരഥ സത്യസന്ധം പ്രിയം സുതം സ്ത്രീഹേതോരത്യജത് കാമീ തസ്യ സത്യവതാ കുത കൈകേയീ വാ കഥം ദൃഷ്ട്വാ രാമം സത്യം പ്രിയങ്കരം. കൈകേയി വാ കഥം ദുഷ്ട എന്നാണ് കേട്ടോ. രാമം സത്യം പ്രിയങ്കരം വിവാസയാമാസ കഥം ക്രൂരകർമാതിമൂഢധീ ഹേ ജനാ നാത്ര വസ്തവ്യം ഗച്ഛാമോദ്യൈവ കാനനം. എന്താ അറിയോ ഇവർ തമ്മിൽ പറയണത്? പൗരജനങ്ങൾ കൈകേയ വരദാനാദി ശ്രുത്വ, കൈകേയിക്ക് വരം കൊടുത്തത് കേട്ടിട്ട്, ആ കഥയൊക്കെ കേട്ടു ഇവരെ കേട്ടിട്ട് ദുഃഖസമാവൃത. അവർ തമ്മിൽ ആൾക്കാരിങ്ങനെ ഒരാൾ പറയും വേറൊരാളോട് പറയും, അങ്ങനെ പറഞ്ഞിട്ടിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി രാമൻ കാട്ടിലേക്ക് പോവാന്ന്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. അതായത് കൈകേയിക്ക് വരം കൊടുത്തു, അതിപ്പോൾ ചോദിച്ചു. അതാണ് ദുഃഖസമാവൃത. അവർ ദുഃഖം കൊണ്ട് അത്ര ദുഃഖപരവശരായിരുന്നു. ബധ കഷ്ടം. സത്യസന്ധം പ്രിയം സുതം, ഇത്ര സത്യസന്ധനായിട്ടുള്ള സ്വന്തം മകനെ രാജാ ദശരഥ, ഈ രാജാവായിട്ടുള്ള ദശരഥൻ സ്ത്രീഹേതോഹോ, ഈ ദുഷ്ടയായിട്ടുള്ള സ്ത്രീ നിമിത്തം അത്യജത് ത്യജിച്ചു. കഷ്ടം, മകനെ ഇങ്ങനെ കാട്ടിലേക്ക് അയച്ചല്ലോ. കാമി, വെറും കാമാധീനനാണ്. അതായത് ഭാര്യയുടെ ഒരു അധീനനാണ് അല്ലേ. തസ്യ സത്യവതാകൃത, അവിടെ ആ സത്യം എവിടെ പോയി? കൈകേയി വാ കഥം ദുഷ്ട, കൈകേയി എങ്ങനെ ഇങ്ങനെ ദുഷ്ടയത്? പ്രിയങ്കരം സത്യം രാമം കഥം വിവാസയാമാസ, എല്ലാവർക്കും പ്രിയം മാത്രം ചെയ്യുന്നവനും പ്രിയങ്കരനാണ്, സത്യം മാത്രം പറയുന്നവനുമായിട്ടുള്ള ഈ രാമനെ എങ്ങനെ കൈകേയിക്ക്, ദുഷ്ടയായ കൈകേയിക്ക് നാട്ടിൽ നിന്ന് പുറത്താക്കാൻ മനസ്സുണ്ടായി? പ്രിയങ്കരം സത്യം രാമം കഥം വിവാസയാമാസ, വിവാസയാൻ ചെന്ന രാജ്യത്ത് നിന്ന് പറഞ്ഞേക്കുക, വാസസ്ഥലത്ത് നിന്ന് പറഞ്ഞേക്കുക. ക്രൂരകർമ്മ, ക്രൂരമായിട്ടുള്ള ഈ പ്രവൃത്തി, അതിമൂഢതി,
വളരെ ചീത്ത ബുദ്ധിയോടുകൂടിയവളുമാകുന്നു. ഹേ ജനാഹ അത്ര ന വസ്തവ്യം, അല്ലയോ ജനങ്ങളെ, ഇനി ഇവിടെ എന്താ എന്നാ വസ്തവ്യം ചെന്നാ ഇവിടെ നമുക്ക് താമസിക്കാൻ യോഗ്യത ഇല്ല. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് രാമനെ പോലെയുള്ള ഒരു പ്രിയങ്കരനും സത്യസന്ധനുമായിട്ടുള്ള ഒരാളെ കാട്ടിലേക്ക് അയച്ചിട്ട് ഈ രാജ്ഞി ജീവിക്കണ ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കണ്ട, മീൻസ് അത് നമുക്ക് ജീവിക്കാൻ യോഗ്യത ഇല്ല. അദ്യവ ഈ രാജ്യം നമുക്ക് ജീവിക്കാൻ യോഗ്യല്ല. അദ്യവ കാനനം ഗച്ഛാമ, നമുക്കും കാട്ടിലേക്ക് തന്നെ പോവാം. അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും ശ്രീരാമനെ. അവർക്ക് മനസ്സിലാവണില്ല എന്താ ഇങ്ങനെ ദശരഥൻ ചെയ്തതെന്നേ. അതാണ് ഇതിൽ ഈ 3 ശ്ലോകത്തിൽ രാജാവ് കൈകേയിക്ക് വരം കൊടുത്തതും എങ്ങനെയാണ് ഇങ്ങനൊരു സന്ദർഭത്തിൽ എത്തിച്ചേർന്ന കാട്ടിലേക്ക് അയക്കണം എന്ന് ആ 2 വരം ചോദിച്ചു, ഭരതനെ രാജാവാക്കണം കാട്ടിലേക്ക്. ആ കഥയൊക്കെ കേട്ടിട്ട് അതിദുഃഖിതരായിട്ടുള്ള എന്താണ് പൗരജനങ്ങളാണ് അന്യോന്യം പറയണത്. എന്താ അറിയോ, കഷ്ടം തന്നെയാണ് കേട്ടോ. ദശരഥ രാജാവിൻ്റെ ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, വല്ലാത്ത കഷ്ടമാണ്. കാരണം വളരെ സത്യസന്ധനും എല്ലാവർക്കും പ്രിയങ്കരനുമായിട്ടുള്ള ഈ സ്വന്തം മകനെ ഈ കൈകേയി എന്ന ദുഷ്ടയായ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചുല്ലോ. ശരിക്കും കാമത്തിന് അധീനനായി പോയി നമ്മുടെ രാജാവ്. അദ്ദേഹത്തിൻ്റെ സത്യമൊക്കെ എവിടെ പോയി? എത്ര ഇഷ്ടമായിരുന്നു പണ്ട് കൈകേയിക്ക് രാമനെ. എന്നിട്ട് ഇപ്പം ഇങ്ങനെ ദുഷ്ടയായിയേ. ഈ അതായത് മകന് രാജ്യം കൊടുക്കണം എന്നുള്ള ആ അതിമോഹം കൊണ്ട് ഇത്ര പ്രിയങ്കരനായിട്ടുള്ള രാമനെ കാട്ടിലേക്ക് അയക്കാൻ എന്താ ഇങ്ങനൊരു കാരണം? വല്ലാത്തൊരു ക്രൂര കർമ്മം തന്നെയാണ് കൈകേയി ചെയ്തത്. ഒട്ടും ബുദ്ധിയില്ലാത്തൊരു പ്രവൃത്തിയായി പോയി. അല്ലയോ ജനങ്ങളെ, തമ്മിൽ പറയാണല്ലോ, ഇങ്ങനെയുള്ള ഒരു രാജാവും രാജ്ഞിയും ഭരിക്കണ രാജ്യത്ത് നമുക്കിവിടെ വസിക്കാൻ നമുക്ക് യോഗ്യമല്ല, വസിക്കരുത് നമ്മളിവിടെ. ഇപ്പം തന്നെ നമുക്കും ശ്രീരാമൻ്റെ കൂടെ കാട്ടിലേക്ക് പോവാം എന്നൊക്കെയാണ് അന്യോന്യം പറയണവർ. കൈകേയ്യാ വരദാനാദി ശ്രുത്വാ ദുഃഖസമാവൃതാ ബദ രാജാ ദശരഥ സത്യസന്ധം പ്രിയം സുതം സ്ത്രീഹേതോരത്യജൽ കാമീ തസ്യ സത്യവതാ കുത കൈകേയീ വാ കഥം ദുഷ്ടാ രാമം സത്യം പ്രിയങ്കരം വിവാസയാമാസ കഥം ക്രൂരകർമാതിമൂഢധീ ഹേ ജനാനാത്ര വസ്തവ്യം ഗച്ഛാമോദ്യൈവ കാനനം. ഇത് വസിക്കാൻ യോഗ്യതയില്ലാത്തൊരു രാജ്യമായി പോയി എന്നാണ്. ഇനി 5. യത്ര രാമസഭാര്യശ്ച സാനുജോ ഗന്ധുമിച്ഛതി പശ്യന്തു ജാനകീം സർവേ പാദചാരേണ ഗച്ഛതി. പിന്നെയും അവർ പറയാണ്, സഭാര്യ സാനുജഹ രാമ, അതായത് സീതയും ലക്ഷ്മണനെയും കൂട്ടിയിട്ട് ഭാര്യ അനുജനെയും കൂട്ടിയിട്ടുള്ള രാമൻ തത്ര ഗന്ധുമിച്ഛതി, എവിടേക്കാണ് രാമൻ പോവാൻ ആഗ്രഹിക്കണത്? പാദചാരേണ ഗച്ഛതിയും ജാനകിയും, ജാനകിയും അങ്ങടന്നെ നടക്കുകയാണ്, കൂടെ നടക്കുകയാണ്. സർവേ പശ്യന്തു, സർവരും കാണട്ടെ. ഇത്ര എന്തൊരു സങ്കടം. എന്താ പറഞ്ഞാൽ വെച്ചാൽ ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടിയിട്ട് ഏത് സ്ഥലത്തിലേക്കാണ് പോവാൻ ആഗ്രഹിക്കണത് ആ കാട്ടിലേക്ക് നമുക്കും പോവാമെന്ന് പറയണം ഇവർ. എങ്ങടാണ് ഇവർ ശ്രീരാമൻ സീതയും ലക്ഷ്മണനെയും കൂട്ടി പോകാൻ ഉദ്ദേശിക്കണം, അങ്ങോട്ട് നമുക്കും പോവാം. ഈ നടന്നു പോണ ഈ ജനകപുത്രിയെ എല്ലാവരും കാണട്ടെ. അതായത് വിധിയുടെ ഒരു കളിയാട്ടം എല്ലാവരും മനസ്സിലാക്കട്ടെ. ജനകരാജാവിൻ്റെ മകളാണ്, ദശരഥ രാജാവിൻ്റെ സ്നുഷയാണ്, അല്ലേ? സ്നുഷ പറഞ്ഞ ഡോട്ടറിലോ. അപ്പോൾ ജനകരാജാവിൻ്റെ പുത്രി, ദശരഥ മഹാരാജാവിൻ്റെ സ്നുഷ, ഇങ്ങനൊരു സ്ത്രീക്ക് കാട്ടിൽ നടക്കേണ്ട ഒരു ഗതികേട് വരും. ആ വിധിയുടെ ശക്തിന്ന് എല്ലാവരും കാണട്ടെ. അങ്ങനെ വയ്ക്കൂ. ഇങ്ങനെ സംഭവിക്കാൻ സംഭാവ്യമല്ലാത്തത് സംഭവിക്കുന്നത് ഈശ്വര ശക്തി. അത് ഭഗവാൻ എല്ലാവരും കണ്ടറിയട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവർ. അതായത് എല്ലാവർക്കും അത്ഭുതമാണ് വിധിയുടെ ഒരു കളി. ഇപ്പോൾ നമുക്ക് ജീവിതത്തിലും ഇത് എത്ര ഒരു നല്ല ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്താ വെച്ചാൽ അസംഭാവ്യം എന്ന് നമുക്ക് തോന്നുന്നത് പോലും
വിധിയുടെ ശക്തി കൊണ്ട് സംഭവിക്കാം. അതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എന്താ ശരിക്കും അസംഭാവ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലേ ആലോചിച്ച് നോക്കിയാൽ. ജനക മഹാരാജാവിൻ്റെ പുത്രി ദശരഥ, ഈ ചക്രവർത്തിയാണ് ദശരഥൻ. അതായത് ഇനി വേറൊരു ചക്രവർത്തി ഇല്ല, അത്ര വലിയ ചക്രവർത്തിയാണ്. അങ്ങനത്തെ ദശരഥ ചക്രവർത്തിയുടെ സ്നുഷയായിട്ടുള്ള ഈ സീതയ്ക്ക് കാട്ടിൽ നടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ വിധിക്കനുസരിച്ച് അല്ലെങ്കിൽ ഈശ്വരഹിതം അതാണെങ്കിൽ അസംഭാവ്യമായതുപോലും സംഭവിക്കുന്ന നമ്മളെ മനസ്സിലാക്കി തരികയാണ് കേട്ടോ. വളരെ ഒരു ഇതാണല്ലേ. എത്ര രാമസഭാര്യശ്ച, അതാണ് ജാനകിയും സർവേ പാദചാരേണ ഗച്ഛതി എന്ന് എല്ലാവരും കാണട്ടെ എന്ന് പറയണത് അതുകൊണ്ടാണ്. എത്ര രാമസഭാര്യശ്ച സാനുജോ ഗന്ധുമിച്ഛതി പശ്യന്തു ജാനകിം സർവേ പാദചാരേണ ഗച്ഛതി. എല്ലാവരും കാണട്ടെ. പുംഭി കദാചിത് ദൃഷ്ടാ വാ ജാനകി ലോകസുന്ദരി സാപി പാദേന ഗച്ഛന്തി ജനസംഖേഷ്വനാവൃത. ലോകസുന്ദരി ജാനകി, ലോകസുന്ദരികളിൽ വെച്ചിട്ട് യോഗമായ തന്നെയാണല്ലോ സുന്ദരിയായിട്ടുള്ള ഈ ജാനകി പുരുഷന്മാരാൽ, പുംഭി പുരുഷന്മാരാൽ, കഥാചിത് ദൃഷ്ടാവ എപ്പോഴെങ്കിലും ദർശിക്കപ്പെട്ടിട്ടുണ്ടോ, സാബി അവളും, ജനസംഖ്യേഷു ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ, അനാവൃത ഒന്നും ആരും സീതയൊന്നും ശരിക്കും എല്ലാവരും നേരിട്ട് അത്ര അന്തപുരത്തിലൊക്കെ ഇരിക്കുള്ളൂ. ശ്രീരാമൻ്റെ കൂടെ എങ്ങടെയെങ്കിലും ജസ്റ്റ് എന്നപ്പം അങ്ങനെ പുറത്തിങ്ങനെ എല്ലാവർക്കും കാണാൻ തൊക്കണമെന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആവരണമില്ലാത്തവളായിട്ട്, അതാണ് അനാവൃത പറഞ്ഞത്. ഒന്നും ഒരു ഡ്രസ്സൊപ്പം അല്ലെങ്കിൽ തലയൊക്കെ ഒന്ന് മൂടി അങ്ങനെയൊക്കെ ആവും പുറത്തേക്ക് പോകുക. അനവധി ആണുങ്ങൾ പുരുഷന്മാരിലോടത്തേക്ക് പോകുമ്പോൾ തലയൊക്കെ ഒന്ന് മറച്ച മുഖം മാത്രം കണ്ടുകൊണ്ട് അങ്ങനെയാവും പോവുക സാധാരണ. ഇപ്പം എങ്ങനെയാണ് അനാവൃതയായിട്ട് വൽക്കലാണ് ധരിച്ചിരിക്കണത്, മരവുരിയാണ് ധരിച്ചിരിക്കണത്. ആഭരണങ്ങൾ മുഴുവൻ മാറ്റി കൊടുത്തില്ലേ അരുന്ധതിക്ക്. എന്നിട്ട് വെറും മരവുരി ധരിച്ചിട്ട് അനാവരണയായിട്ടുള്ള സീത പാദേന ഗച്ഛന്തി നടക്കണു അല്ലേ. ഈ ലോകസുന്ദരികളിൽ വെച്ച് സുന്ദരിയായിട്ടുള്ള ഈ ജാനകി ദേവിയെ ബാക്കി പുരുഷന്മാരൊന്നും ശരിക്കും ഇതുവരെ കണ്ടിട്ട് തന്നെ ഇല്ല. കണ്ടിട്ടുണ്ടോയെന്നാണ് ചോദിക്കണേ. കണ്ടിട്ടില്ല. ആ സീതാദേവിയാണ് ജനമധ്യത്തിൽ ഈ രാജവീതിയിൽ അനാവൃതയായിട്ട് ഒരു എന്താണ് മരവുരി ഒഴിച്ചൊന്നും ധരിക്കാതെ കാൽനടയായിട്ട് പോകുന്നതിനെ നിങ്ങളൊന്ന് കാണേണ്ടതാണ്. ഒരു ദൈവേച്ഛ തന്നെ നമുക്കിത് പറയാൻ സാധിക്കുള്ളൂ എന്ന് അവർ വിചാരിക്കുകയാണ്. പുംഭി കദാചിൽ ദൃഷ്ടാവാ ജാനകി ലോകസുന്ദരി സാപിപാദേന ഗച്ഛന്തി ജനസംഖ്യേഷ്വനാവൃത. അല്ലേ, ആലോചിച്ച് നോക്കൂ. രാജകുമാരിയല്ലേ, പിന്നെ രാജ്ഞിയല്ലേ, ഇങ്ങനെയൊന്നും ഒരിക്കലും വെറും കാലുമ്പിലൊന്നും ഒന്നും ഇട്ടിട്ടില്ല. നഗ്നപാതയായിട്ട്, പിന്നെയോ നഗ്നപാതയാണ്, കാൽനടയായിട്ട് ഒരു വൽക്കലം ഒഴിച്ചൊന്നും ധരിക്കാതെ ആ രാജവീതി കൂടെ നടന്നു പോണത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. രാമോപി പാദചാരേണ ഗജാശ്വാദിവിവർജിത ഗച്ഛതി ദ്രക്ഷ്യഥ വിഭും സർവലോകൈകസുന്ദരം. രാമ അഭി ഗജാശ്വാദി വിവർജിത. സാധാരണ ആനയും കുതിരയും ഒക്കെ ആയിട്ട് വളരെ പിന്നെ രാജകീയമായിട്ടല്ലേ നടക്കുള്ളൂ ഈ രാജകുമാരന്മാരൊക്കെ. അതൊന്നുമില്ലാതെ ആനയും കുതിരയൊക്കെ ഉപേക്ഷിച്ച് പാദചാരേണ ഗച്ഛതി കാൽനടയായിട്ട് നടക്കണു ശ്രീരാമനും. സർവലോകൈക സുന്ദരം വിഭും രക്ഷ്യത. ഇങ്ങനെ സർവലോകത്തിലും സൗന്ദര്യം, സർവലോക സുന്ദരന്മാരിൽ വെച്ച് സുന്ദരനായിട്ടുള്ള പ്രഭുവിനെ നിങ്ങൾ കണ്ടു നോക്കൂ എന്ന് പറയാണ്. തമ്മിൽ പറയാണല്ലോ. അപ്പോൾ പറയാണ് ശ്രീരാമനും അതായത് കുതിരയും ആനയും ഒന്നുമില്ലാതെ കാൽനടയായിട്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരന്മാരിൽ വെച്ച് സുന്ദരനായിട്ടുള്ള രാമനെ നിങ്ങളൊന്ന് നോക്കൂ. ഇങ്ങനെയൊന്നും അടുത്താരും കണ്ടിട്ടില്ല. രാമോപി പാദചാരേണ ഗജാശ്വാദി വിവർജിത ഗച്ഛതി രക്ഷത വിഭും സർവലോകൈക സുന്ദരം. ഇനിയോ 8
രാക്ഷസീ കൈകേയീ നാംനി ജാതാ സർവവിനാശിനി രാമസ്യാപി ഭവേദ് ദുഃഖം സീതായാ പാദയാനത. കൈകേയി നാംനി രാക്ഷസി, ഈ കൈകേയി എന്ന് പറഞ്ഞ രാക്ഷസി സർവവിനാശിനി ജാത, ഈശ്വര എല്ലാം നശിപ്പിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ ആയിട്ട് ഭവിച്ചു പോന്ന്. സർവനാശം വരുത്തുന്ന ഒരു സ്ത്രീയാണ് ഈ കൈകേയി എന്നുള്ള രാക്ഷസി. സീതായ പാദയാനത, സീതയുടെ ഈ എന്താണ് പാദം ഭൂമിയിൽ തൊട്ട കാരണം രാമസ്യ അഭി ദുഃഖം ഭവേത്, രാമനും ദുഃഖം ഉണ്ടാവും. ഇങ്ങനെ ഒരു ഒരു കടുങ്കൈ ചെയ്തുകൊണ്ട് രാമനും അതികഠിന ദുഃഖം. അതായത് ആ കൈകേയിന്ന് പേര് ആ രാക്ഷസി ശരിക്കും പറയാച്ചാൽ സർവനാശത്തിലേക്കും ഈ രാജ്യത്തിനെ നയിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്താ വെച്ചാൽ ഇത്ര എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഈ രാമനെ വനത്തിലേക്ക് അയക്കണമെന്ന് പറഞ്ഞ കാരണം അവൾ ഈ രാജ്യത്തിനെ നശിപ്പിക്കുന്ന ഒരു രാക്ഷസിയായി മാറി. അവളുടെ ഈ അതിക്രൂരമായിട്ടുള്ള ഈ പ്രവൃത്തി കാരണം രാമന് വിഷമമില്ലെങ്കിൽ പോലും സീത, അവനവന് വിഷമം ഉണ്ടാവില്ല, പക്ഷെ സീത കാട്ടിലിങ്ങനെ ഒരു നഗ്ന പാതയായിട്ട് നടക്കുന്നത് കാണുമ്പോൾ രാമനും ദുഃഖമില്ലാണ്ടിരിക്കുമോ പറയുകയാണ്. കൈകേയി ഇങ്ങനെ ചെയ്തു കാട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ രാമൻ അവനവനെ പറ്റി വലിയ ദുഃഖമൊന്നും ഉണ്ടാവില്ല. പക്ഷേ സീത പാവം നഗ്ന പാതയായിട്ട് കാട്ടിൽ തൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ രാമനും ദുഃഖിക്കും. അപ്പോൾ ഈ വല്ലാത്തൊരു സർവനാശം വിതയ്ക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഈ കൈകേയി. രാക്ഷസീ കൈകേയി നാംനി ജാത സർവവിനാശിനി രാമസ്യാപി ഭവേദ് ദുഃഖം സീതായാ പാദയാനത. അതൊക്കെ നന്നായി പറഞ്ഞു അല്ലേ. ശ്രീരാമൻ അവനവന് പോണതിന് വിഷമം ഉണ്ടാവില്ല. പാവം ഈ മൃദുലമായിട്ടുള്ള ഈ കാലുകൾ ഇതുവരെ രാജധാനിയിലാണ് നടന്നിട്ടുണ്ടില്ല. അങ്ങനത്തെ കാലുകൾ നഗ്ന പാതയായിട്ട് നടക്കുമ്പോൾ ശ്രീരാമന് ദുഃഖം തോന്നൂലോ. ഇനി നമുക്ക് എനിക്ക് തോന്നാൻ എന്തായാലും 9 10 ചെയ്യാൻ പറ്റും. ബലവാൻ വിധിരേവാത്ര പും പ്രയത്നോ ഹി ദുർബല ഇതി ദുഃഖാകുലേ വൃന്ദേ സാധൂനാം മുനിപുങ്കവ അബ്രവീദ്വാമദേവോധ സാധൂനാം സംഘമധ്യഗ മാനുഷോചധരാമം വാ സീതാം വാ വാച്മി തത്വത. പിന്നെ അവർ പറയണം അത്ര വിധി ഏവ ബലവാൻ, വിധി തന്നെയാണ് ഏറ്റവും ബലമായിട്ടുള്ളത്. അതായത് ഈശ്വരേച്ഛയ്ക്ക് തന്നെയാണ് എല്ലാ, ഈശ്വരേച്ഛ എന്നോ വിധി എന്നൊക്കെ പറയാം, ഈശ്വരേച്ഛയ്ക്ക് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തി. പും പ്രയത്ന ദുർബല ഹി, പുരുഷപ്രയത്നം ബലം, പുരുഷപ്രയത്നത്തിന് ഒരു ശക്തിയില്ല. ഈശ്വരേച്ഛയായിട്ടുള്ള ഈശ്വരേച്ഛയുടെ ശക്തിയായിട്ട് താരതമ്യം ചെയ്താൽ നമ്മുടെ പുരുഷപ്രയത്നത്തിന് ഒരു ശക്തിയില്ല. സാധൂനാം വൃന്ദേ ഇതി ദുഃഖാകുലേ, ഈ സാധുക്കളുടെ സംഘം ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ സാധൂനാം സംഘമധ്യക വാമദേവ മുനിപൊങ്കവ, ഈ സാധുക്കളുടെയൊക്കെ സംഘത്തിൽ, അതായത് അവിടെയുള്ള സജ്ജനങ്ങളെ നിൽക്കുന്ന വാമദേവനൻ എന്നുള്ള മുനി, അവിടെ കുറേ മുനിമാരുണ്ട്, അതിൽ മുനിശ്രേഷ്ഠനായിട്ടുള്ള വാമദേവൻ രാമം വാ സീതാം വാ മാ അനുശോചത, രാമനെയോ സീതയെയോ വിചാരിച്ച് നിങ്ങൾ വ്യസനിക്കരുത്, തത്വതാ വച്മി, സത്യസ്ഥിതി ഞാൻ പറയാം എന്ന് പറഞ്ഞു. അതായത് എല്ലാവരും ഇങ്ങനെ ദുഃഖപരവശരായിട്ട് നിൽക്കുമ്പോൾ അവിടെയുള്ള വളരെ ജ്ഞാനിയായിട്ടുള്ള യോഗീശ്വരൻ തന്നെയായിട്ടുള്ള വാമദേവൻ എന്ന മുനി പറഞ്ഞു, നിങ്ങൾ സീതയെ പറ്റിയോ രാമനെ പറ്റിയോ വിചാരിച്ച് നിങ്ങൾ ദുഃഖിക്കണ്ട, ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഈശ്വരേച്ഛയ്ക്ക് മുമ്പിൽ പുരുഷപ്രയത്നം തികച്ചും ദുർബലാണ്. ഈശ്വരേച്ഛയ്ക്ക് മുമ്പിൽ പുരുഷപ്രയത്നം ദുർബലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ഇപ്പം ദുഃഖിക്കേണ്ട, ഞാൻ വിവരമൊക്കെ പറഞ്ഞു തരാം, ദുഃഖിക്കാതിരിക്കൂ, ഞാൻ അതിന് നിങ്ങളെ സമാധാനിപ്പിക്കാം, ഞാൻ കാര്യം പറയാം, എന്താ പറയാം എന്ന് പറഞ്ഞു. കാരണം ഇത് ഞാൻ വളരെ എത്ര നല്ലതാലേ, ഈശ്വരേച്ഛയ്ക്ക് എതിരായിട്ടൊന്നും നടക്കില്ല. അപ്പോൾ ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവാം, അതായത് ഭാഗവത്തിൽ പറഞ്ഞെന്ന് ഉറപ്പാണ്, ഇതിലെനിക്ക് പറഞ്ഞെന്ന് ഓർമ്മയില്ല. അതായത് ഞാൻ ഒരു ദിക്കിൽ വായിച്ചിട്ടുണ്ട്, വളരെ ആരെഴുതിയെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ.
ഏതോ വളരെ അറിവുള്ള ബാലകൃഷ്ണൻ നായരെ പോലെയോ പണ്ഡിറ്റ് ഗോപാലൻ നായരെ പോലെ, സിദ്ധാനന്ദ സ്വാമിയെ പോലെ, ജ്ഞാനാനന്ദ സരസ്വതിയെ പോലെയൊക്കെ ആരെങ്കിലും, അവരുടെയൊക്കെയാണ് ഞാൻ വായിക്കാറ് ആദ്യം, അവരുടെ ആരെങ്കിലും എഴുതിയതായിരിക്കണം, ഇപ്പം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതിൽ പറയുന്നുണ്ട്, നമ്മളെ പുരുഷ പ്രയത്നവും നമ്മുടെ പ്രയത്നവും ഈശ്വരേച്ഛയും ഒരേ ദിശയിലാണെങ്കിൽ ഫലം വേഗം സിദ്ധിക്കും. ഈശ്വരേച്ഛയും നമ്മുടെ പ്രയത്നം, നമ്മുടെ ആഗ്രഹവും ഈശ്വരേച്ഛയും വ്യത്യസ്ത ദിശകളിലാണെങ്കിൽ എത്ര പ്രയത്നിച്ചാലും ഫലം സിദ്ധിക്കില്ല എന്ന്. അത് അതിൻ്റെ അർത്ഥം എന്താ? ഈശ്വരേച്ഛ മാത്രമേ നടക്കുള്ളൂ. നമ്മൾ അതിനെതിരായിട്ട് എത്ര പ്രയത്നിച്ചാലും ഒരിക്കലും അത് സഫലാവില്ല. അതായത് ആ ജീവിത പ്രവാഹത്തിൽ കൂടി നമുക്ക് പോവാനേ പറ്റുള്ളൂ. ജീവിത പ്രവാഹത്തിനെതിരായിട്ട് നീന്താൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. ഈശ്വരേച്ഛ പോലെയാണ് നമ്മുടെ ജീവിതം പ്രവഹിക്കുന്നത്. ആ പ്രവാഹത്തിനെതിരായിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല. ഈശ്വരേച്ഛ മാത്രമേ നടക്കുള്ളൂ എന്നുള്ളതാണ് അപ്പം അതിൽ പറയണത്. ഇനി ഈ വാമദേവൻ എന്നുള്ള മുനിശ്രേഷ്ഠൻ അതിനെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ ബലവാൻ വിധിരേവാത്ര പും പ്രയത്നോ ഹി ദുർബല, പുരുഷപ്രയത്നം ദുർബലാണെന്ന്. ഇതി ദുഃഖാകുലേ വൃന്ദേ സാധൂനാം മുനിപുങ്കവ. ആ മുനിപുങ്കവനാണ് വാമദേവൻ. അബ്രവീദ്വാമദേവോധ സാധൂനാം സംഘമധ്യക അനുശോചത രാമം വാ സീതാം വാ വജ്മി തത്വ. അതുകൊണ്ട് നിങ്ങൾ സീതയെ രാമനെ പറ്റി ദുഃഖിക്കണ്ട, കാരണം വിധിയാണെന്ന്. 11-12 കൂടി ചെയ്ത് നിർത്താം. ഏഷ രാമപരോ വിഷ്ണുരാദിനാരായണ സ്മൃത ഏഷാ സാ ജാനകി ലക്ഷ്മീര്യോഗമായേതി വിശ്രുത. അസൗ ശേഷസ്തമന്വേദി ലക്ഷ്മണാഖ്യശ്ച സാമ്പ്രതം ഏഷ മായാഗുണൈര്യുക്തസ്തത്തദാകാരവാനിവ. ഏഷ രാമ, ഈ നമ്മുടെ രാമനുണ്ടല്ലോ ആദിനാരായണൻ തന്നെയാണെന്ന്. വിഷ്ണു, മഹാവിഷ്ണു തന്നെയാണ് നമ്മുടെ ഈ ശ്രീരാമൻ. സ്മൃത, അതായത് ആദിനാരായണനായിട്ടുള്ള ആ വിഷ്ണുവാകുന്നു എന്ന് നമ്മൾ മറക്കുകയാണ്. ശരിക്ക് ഈ ശ്രീരാമൻ ആദിനാരായണനായിട്ടുള്ള മഹാവിഷ്ണുവാണ്, സ്മൃതാന്ന്. അങ്ങനെയാണെന്ന് മറക്കപ്പെട്ടിരിക്കുന്നു. ഏഷ ജാനകി, ഈ ജാനകി, ജനകൻ്റെ മകളായിട്ടുള്ള ജാനകി, യോഗമായ ഇതി വിശ്രുതാസ ലക്ഷ്മി, യോഗമായ എന്ന് പ്രസിദ്ധമായിട്ടുള്ള മഹാലക്ഷ്മി തന്നെയാണ്. അതായത് വിഷ്ണു മഹാലക്ഷ്മിയാണ്. ലക്ഷ്മണാഖ്യ അസൗ ശേഷ, ലക്ഷ്മണനോ അനന്ത ആദിശേഷനാണ്. സാമ്പ്രതം തം അന്വതി, ഇപ്പം തന്നെ അവനെ അനുയാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭഗവാന്റെ കൂടെ പോണത്. ലക്ഷ്മണൻ അനന്തൻ്റെ ആദിശേഷൻ്റെ അവതാരല്ലേ. ഏഷ മായാഗുണൈയുക്ത, ഇവൻ മായാഗുണങ്ങളോട് ചേർന്നവനായിട്ട് തത്തദാകാരവാൻ ഇവ. അതുകൊണ്ടാണ് ഇങ്ങനെ ആകൃതിയുള്ളത്. ശരിക്കും പരബ്രഹ്മാണ് ഭഗവാൻ. ഈ രാമൻ, ഈ നമ്മളുടെ ഈ ശ്രീരാമനാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് മുഴുവൻ കാരണഭൂതനായിട്ടുള്ള, മായയ്ക്കതീതനായിട്ടുള്ള ആ പരബ്രഹ്മം തന്നെയായ മഹാവിഷ്ണുവാണ് നമ്മുടെ ഈ രാമൻ. അതായത് നാരം എന്താ അറിയോ? നാരായണൻ നാരം ജീവസമൂഹമാണ്. അപ്പോൾ നാരം എന്ന് പറയപ്പെടുന്ന ജീവ സമൂഹത്തിൻ്റെ തന്നെ സ്വരൂപനായ ഹിരണ്യഗർഭനും ആദിനാരായണൻ എന്നുള്ള നാമം ഉള്ള ആളാണ് ആര്? ഈ നമ്മുടെ രാമൻ. അതുകൊണ്ടാണ് നാരായണൻ എന്ന് പറഞ്ഞതേ. നാരം തന്നെ ജീവസ്വരൂപനായിട്ടുള്ള ആ നാരം ആണ് ആദിനാരായണനാണ്. അതായത് വേദം മഹാവിഷ്ണു, പിന്നെ എങ്ങനെ മഹാവിഷ്ണു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മഹാവിഷ്ണു പരബ്രഹ്മസ്വരൂപിയാണെന്നും പറയാം നമുക്ക്, അല്ലേ? അപ്പോൾ ഈ സർവത്ര പരിപൂർണനായ ആ മഹാവിഷ്ണുവാണ് ഈ രാമൻ. സീതയോ യോഗമായ എന്ന് പ്രസിദ്ധമായിട്ടുള്ള മഹാലക്ഷ്മിയാണ്. ഈ മായ
ഭഗവാനെ ബാധിക്കണമൊന്നുമില്ല. ഭഗവാന്റെ ശക്തിയാണ് മായ. യോഗമായയ്ക്ക് ഭഗവാനെ ബാധിക്കാൻ പറ്റില്ല. ഭഗവാന്റെ ശക്തിയാണ് യോഗമായ. ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് എല്ലാം ചെയ്യണം. ആ യോഗമായാണ് ഇവിടെ ജനകപുത്രിയായിട്ട് ജനിച്ചിരിക്കുന്നത്. രാമൻ മഹാവിഷ്ണു, സീത മഹാലക്ഷ്മി, പിന്നെയോ ആദിശേഷൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ. അതുകൊണ്ടാണ് സ്വന്തം സ്വാമിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ കാട്ടിലേക്ക് അനുഗമിക്കണത് ആര്? ലക്ഷ്മണൻ. അതായത് ശരിക്കും മായാസംബന്ധം ഒന്നും ഇല്ലെങ്കിലും സത്വഗുണം സ്വീകരിച്ച മായയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരൂപം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ രാമൻ ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഈ രാമൻ സാധാരണ മനുഷ്യരൂപമല്ല. ഈവൻ ദോ സത്വഗുണം സ്വീകരിച്ച് ഇറങ്ങി വന്ന് ശ്രീരാമനായിട്ട് അവതരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ശ്രീരാമൻ പരബ്രഹ്മം തന്നെയാണ്, അല്ലെങ്കിൽ സർവത്ര പരിപൂർണനായ മഹാവിഷ്ണു തന്നെയാണ്, അല്ലെങ്കിൽ ആദിനാരായണൻ തന്നെയാണ്. അതായത് യോഗമായയുടെ യോഗമായയിൽ നിന്ന് സത്വഗുണം സ്വീകരിച്ച് ആ മഹാപ്രഭു ഇങ്ങനൊരാകൃതിയിൽ നമ്മുടെ മുമ്പാകെ വന്നിരിക്കുന്നു എന്നല്ലാതെ ഈ ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യനോ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അനുഭവിക്കുന്നവനോ ഒന്നുമല്ല. വെറുതെ ആ യോഗമായത്തെ സ്വന്തം ശക്തിയായിട്ടുള്ള യോഗമായത്തെ സത്വഗുണം സ്വീകരിച്ച് ആ മഹാപ്രഭു ഇങ്ങനൊരു ശ്രീരാമൻ്റെ ആകൃതി ധരിച്ച് നമ്മുടെ മുമ്പാകെ വന്നിരിക്കുകയാണ്. ഇതൊന്നും വാസ്തവമല്ല. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കണ്ട എന്നാണ് വാമദേവ മുനി പറഞ്ഞതേ. അപ്പം നമുക്കത് പറഞ്ഞ് ഇവിടെ നിർത്താട്ടോ. 11-12 വായിച്ചിട്ട്. ഏഷ രാമ പരോ വിഷ്ണുരാദിനാരായണ സ്മൃത ഏഷാ സാ ജാനകീ ലക്ഷ്മീ യോഗമായേതി വിശ്രുത അസൗ ശേഷസ്തമന്വേദി ലക്ഷ്മണാഖ്യശ്ച സാമ്പ്രതം ഏഷ മായാഗുണൈര്യുക്തസ്തത്തദാകാരവാനിവ. ഈ ആകാരം കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നേ ഉള്ളൂ. ഇത് പരബ്രഹ്മം തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണ്, യോഗമായ മഹാലക്ഷ്മിയാണെന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.